Hello friends, welcome to my channel. ഞാൻ Metin ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പല ഏജൻസും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നമ്മുടെ LICയിലെ ഏജന്റ് ആപ്പ് വർക്ക് ചെയ്യുന്നില്ല അതെങ്ങനെ ശരിയാക്കുന്ന ചോദിക്കാറുണ്ട് പലരും ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ ഏജന്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നാണ് പക്ഷേ ആ ആപ്പ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ അത് ചെയ്യാനുള്ളത് അത് നമ്മൾ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം ഫോണിൽ നിന്ന് എന്നിട്ട് നമ്മളുടെ LICയുടെ സൈറ്റിൽ പോവാം LICയുടെ സൈറ്റിൽ പോയിട്ട് അവിടെ നിന്നാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ചിലപ്പോൾ LICയുടെ സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് എങ്കിലും ചിലപ്പോൾ മെസ്സേജ് വരും ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ മെസ്സേജ് വരും അപ്പോഴും നമ്മൾ LICയുടെ സൈറ്റിൽ തന്നെ പോയിട്ടാണ് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോയിൽ നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുക LICയുടെ സൈറ്റ് ID വരുന്നത് www.licindia.in അത് നമ്മൾ സെർച്ച് ചെയ്യുക എന്നിട്ട് അപ്പോൾ അത് വന്നിട്ടുണ്ടാവും നമ്മൾ അതിലേക്ക് പോവുക അതിലേക്ക് പോകുമ്പോൾ ഇതാണ് LICയുടെ സൈറ്റ് അപ്പോൾ ആദ്യം കാണുന്ന ആഡ് നമ്മൾ ക്ലോസ് ചെയ്യുക ഇവിടെ കണ്ട ഡൗൺലോഡ് LIC ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും അപ്പോൾ നോക്കുമ്പോൾ അത് ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ LIC ഏജൻറ്റ് ആപ്പ് അതുപോലെ പല ആപ്പുകളും ഉണ്ട് ഡെവലപ്മെൻറ്റ് ഓഫീസർ ആപ്പ് LIC പ്രഗതി ആപ്പ് LIC അസോസിയേറ്റ് ആപ്പ് ആനന്ദ ആപ്പ് അങ്ങനെ പല ആപ്പുകളും ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് നമ്മളുടെ LIC ഏജൻറ്റ് ആപ്പിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ LIC ഏജൻറ്റ് ആപ്പ് ഉണ്ട് അപ്പോൾ അതിൽ രണ്ടും ഉണ്ട് ആൻഡ്രോയിഡ് ആപ്പും ഉണ്ട് നമ്മുടെ ഐഫോണിൻ്റെ ഉണ്ട് എൻ്റെ ഇപ്പോൾ ആൻഡ്രോയിഡ് ആണ് അപ്പോൾ അതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ മെയിൽ ID ചോദിക്കും മെയിൽ ID കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ വരും ഇതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഈ പാക്കേജ് ഇൻസ്റ്റാളർ എന്നുള്ള അതിൽ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഫോണിൽ മെസ്സേജ് വരും ഇൻസ്റ്റാളിങ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിലെന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഡൗൺലോഡ് ആയിക്കോളും ഇനി നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏജൻറ്റ് ആപ്പ് നമ്മുടെ ഫോണിൽ നിന്ന് സെർച്ച് ചെയ്യാം LIC അടിക്കുമ്പോൾ തന്നെ LIC ഏജൻറ്റ് ആപ്പ് വന്നിട്ടുണ്ടാവും അതോ അപ്പോൾ നമ്മളിതിൽ ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ യൂസർ ID അല്ലെങ്കിൽ പാസ്വേഡ് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ MPIN സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ MPIN വെച്ചിട്ടാണ് ഞാനിതിൽ സൈൻ ഇൻ ചെയ്തു അപ്പോൾ കയറുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും അത് ഓക്കെ കൊടുക്കാം ഈ ഡീറ്റെയിൽസൊക്കെയാണ് നമുക്കിതിൽ കിട്ടുന്നത് ഇപ്പോൾ റിന്യൂവൽ ബിസിനസ് ട്രാക്കർ നമ്മുടെ ക്ലബിൻ്റെ സ്റ്റാറ്റസ് അതുപോലെ NB സൊല്യൂഷൻസ് ഡിജിറ്റൽ കാർഡ് അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അതിൽ നമ്മൾക്ക് ടച്ച് ചെയ്താൽ ആ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് പ്രപ്പോസൽ നമ്പർ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഓരോന്ന് ഇതിൽ എടുത്ത് നോക്കുക എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കൺട്രി നമുക്കിപ്പോൾ ഒരു കൺട്രിയിൽ നിന്നൊരു പ്രപ്പോസൽ വന്നു ആ പ്രപ്പോസൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആ കൺട്രിയുടെ പേര് ഇവിടെ അടിച്ചാൽ ഇപ്പോൾ കാനഡ ഞാനിവിടെ അടച്ചു അപ്പോൾ അത് ഗ്രൂപ്പ് 5 കൺട്രിയാണ് അവിടെ ഏതൊക്കെ പ്ലാനുകൾ കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമ്മൾക്കിപ്പോൾ എല്ലാ കൺട്രീസിലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ സോമാലിയ അടിച്ചത് റെസിഡൻസ് ഗ്രൂപ്പ് 1 കൺട്രിയാണ് അപ്പോൾ അതിൽ ഏതൊക്കെ പ്ലാനുകൾ കൊടുക്കാം അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ മുഴുവൻ നമുക്കിവിടെ നോക്കാം നമുക്ക് ഏതെങ്കിലും കൺട്രിയിൽ പോളിസി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾക്ക് ആ കൺട്രിയുടെ പേര് നമ്മൾക്ക് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഗ്രൂപ്പ് 5 കൺട്രി ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇതും കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ ഗ്രൂപ്പ് 1 ആണെങ്കിൽ ഏതൊക്കെ പ്ലാനുകൾ കൊടുക്കാം അല്ലെങ്കിൽ ഗ്രൂപ്പ് 2 ആണെങ്കിൽ ഏതൊക്കെ കൊടുക്കാം എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും ഇപ്പോൾ പാകിസ്ഥാനൊക്കെ ഗ്രൂപ്പ് 1 കൺട്രിയാണ് അവിടെ അലൗഡ് ആയിട്ടുള്ള പ്ലാനുകൾ മാക്സിമം സം അഷ്വേർഡ് അതായത് നമ്മൾ NBയിൽ ചെന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് ഈ ആപ്പ് വഴി തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ നമ്മൾക്ക് പോളിസികൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് TPA മെഡിക്കൽ എടുക്കേണ്ടി വന്നാൽ ഇപ്പോൾ നമ്മളുടെ സെയിം ഡിവിഷൻ ഏതാണ് അവിടെയുള്ള TPA ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് ഓൾമോസ്റ്റ് അറിയാമായിരിക്കും ഇനി അതിലും എന്തെങ്കിലും സംശയം വന്നാൽ ഇപ്പോൾ നമ്മൾക്ക് ഡിവിഷൻ ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ഡിവിഷനാണ് തൃശ്ശൂർ ഇവിടെ ഡിവിഷൻ്റെ പേരടിച്ച് കൊടുത്താൽ ആ ഡിവിഷനിലുള്ള TPA ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ ലിസ്റ്റ് അവരുടെ പേര് അഡ്രസ്സ് മൊബൈൽ നമ്പർ പിന്നെ അതുപോലെ MD ആണോ ഏതാണെന്നുള്ളത് നമുക്കിവിടെ കിട്ടും ഇപ്പോൾ തൃശ്ശൂരോ എറണാകുളമോ നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഡിവിഷനിൽ നിന്നൊരു മെഡിക്കൽ ആ ഡിവിഷനിൽ നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഡിവിഷൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ ആ ഡിവിഷനിലുള്ള
TPA ഹോസ്പിറ്റലുകൾ ലാബുകളുടെ ലിസ്റ്റ് നമ്മൾക്ക് ഇതിൽ അറിയാൻ പറ്റും. അതുപോലെ നമ്മളുടെ കംപ്ലീറ്റ് ആയ പോളിസി ബോണ്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പോളിസി ഡെസ്പാച്ച് സ്റ്റാറ്റസ് എടുത്താൽ. അതുപോലെ NB ഫോംസ് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏത് ഫോമാണെന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. എന്നിട്ട് അതിൽ വരുമ്പോൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് മെഡിക്കലിൻ്റെ ഏതെങ്കിലും ഫോംസാണ് കിട്ടേണ്ടതെങ്കിൽ അവിടെ മെഡിക്കൽ അടിച്ചാൽ ഏത് മെഡിക്കലിൻ്റെ ഏത് ഫോമാണെന്നുള്ള ഇവിടെ പേര് വരും. നമ്മളത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി എന്ത് റിലേറ്റഡ് ആയിട്ടാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ മുകളിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ താഴെ അതിൻ്റെ ഓപ്ഷൻ വരും. അത് ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. അപ്പോൾ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോംസ് വരും, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ ഇതിലുള്ളതാണ് പിൻ കോഡ് എൻക്വയറി. ഇപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലുമൊക്കെ കസ്റ്റമറുടെ അഡ്രസ്സിൽ പിൻ കോഡ് അറിയണമെങ്കിൽ അവരുടെ പോസ്റ്റ് ഓഫീസ് ഏതാണോ അതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഡിസ്ട്രിക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ പേരായിട്ടോ സെർച്ച് ചെയ്യാം. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കുക. ഇപ്പം ഞാൻ പോസ്റ്റ് ഓഫീസ് നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ചാലക്കുടിയാണ് അടിക്കുന്നത്. ചാലക്കുടി അടിക്കുമ്പോൾ അതിൽ വരുന്നത് ചാലക്കുടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ സെർച്ച് ബട്ടണിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ പിൻ കോഡ് കാണിക്കും. അങ്ങനെ നമുക്ക് ഏതാണോ ആവശ്യം അത് വെച്ച് നമുക്ക് നോക്കാം. ഇനി പിൻ കോഡ് വേണമെങ്കിൽ ഡിസ്ട്രിക്റ്റ് വൈസോ താലൂക്ക് വൈസിലോ ഏത് വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. അതുപോലെ നമുക്കിതിൽ നമ്മുടെ പെർഫോമൻസ് നമ്മളൊരു വർഷം എത്ര ചെയ്തിട്ടുണ്ട് അത് ഏത് ഓപ്ഷനിൽ വേണമെങ്കിൽ നമ്പർ ഓഫ് പോളിസി അല്ലെങ്കിൽ സിംഗിൾ പ്രീമിയം, നോൺ സിംഗിൾ പ്രീമിയം, റിന്യൂവൽ, ഫസ്റ്റ് ഇയർ പ്രീമിയം എല്ലാ ഓപ്ഷനും ഏത് വേണമെങ്കിലും നമുക്കിതിൽ സെർച്ച് ചെയ്യാം. അതുപോലെ നമ്മൾ ചേർത്തിരിക്കുന്ന പോളിസിയിൽ ലാപ്സ് ആവുന്ന പോളിസികളുണ്ടോ, അതുപോലെ നോമിനേഷൻ ഇല്ലാത്ത നമ്മൾ നേരത്തെ ചേർത്തതായിരിക്കും, 18 വയസ്സിന് മുമ്പ് ചേർത്തതായിരിക്കും. അതിൽ നോമിനേഷൻ ഇല്ലാത്ത പോളിസികളുണ്ടെങ്കിൽ അത് നമുക്ക് അത് നോക്കിയാൽ അത് കിട്ടും. അപ്പോൾ നമുക്ക് നോമിനേഷൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്കിതിൽ ലിങ്ക്സാണ്. ഇപ്പോൾ ഇതിൽ ആനന്ദയുടെ ലിങ്ക് ഉണ്ട്, LICയുടെ ഓഫീസ് എവിടെയാണെന്ന് അറിയണമെങ്കിൽ അതാത് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞത് ഇപ്പോൾ ആനന്ദയുടെ ലിങ്കാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കയറിയിട്ട് ഇതുവഴി ആനന്ദയിൽ നമുക്ക് പോളിസി ചെയ്യാം. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ആദ്യം ഡൗൺലോഡ് ചെയ്യുക, സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ഓരോന്നൊക്കെ എടുക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓഫീസിൽ പോകാതെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കണു. ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ നോക്കുക. എന്തൊക്കെയാണുള്ളത് ഓരോന്നെടുത്ത് നോക്കുക, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോന്നും. ഇപ്പോൾ പ്രീമിയം പെയ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ഓഫീസിൽ പോയി ചെന്നെടുക്കുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്കിതിൽ കൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ അപ്ഡേഷൻ വന്നു കഴിയുമ്പോൾ നമ്മളത് വീണ്ടും സൈറ്റിൽ പോയി തന്നെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ വീണ്ടും പോയി ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കണോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷുറൻസിനെ കുറിച്ച്, ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ